ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് തെറ്റായിപ്പോയെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് എംഡിയും 2020 പാർട്ടി സ്ഥാപകനുമായ സാബു എം ജേക്കബിന്റെ കുറ്റസമ്മതം. ഭയം കൊണ്ടാണ് രാഷ്ട്രീയക്കാർക്ക് പിരിവ് കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാർ നടത്തുന്നത് കൊള്ളയടിയാണെന്നും സാബു എം ജേക്കബ് പറയുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ കിറ്റെക്സ് 25 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തെന്ന് വെളിപ്പെട്ടതിന് പിന്നാലെയാണ് സാബു എം ജേക്കബിന്റെ പ്രതികരണം. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തേണ്ടവർ വെളിപ്പെടുത്തട്ടെ എന്നും സാബു പ്രതികരിച്ചു. പിരിവ് നൽകിയില്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. പണിയെടുത്തുണ്ടാക്കിയ പണം ആർക്കാണ് നൽകേണ്ടതെന്നത് എൻ്റെ ഇഷ്ടമാണ്. രാഷ്ട്രീയവും വ്യവസായവും രണ്ടും രണ്ടാണ്. ക്രിസ്ത്യാനിയായിട്ടും അമ്പലങ്ങൾക്ക് പിരിവ് നൽകുന്നുണ്ട്. ഗാന്ധി സ്വാതന്ത്ര്യസമരം നടത്തിയത് ടാറ്റയുടെയും ബിർളയുടെയും ബജാജിൻ്റെയും പണം വാങ്ങിയാണ്. ഇലക്ട്രൽ ബോണ്ടിനെ എതിർക്കുന്ന CPM എന്തിനാണ് വ്യവസായികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെയാണ് സാബുവിൻ്റെ വാക്കുകൾ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല. തെളിവ് പുറത്തുവിട്ടാൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ടാകും. ആരെ സംരക്ഷിക്കും? തനിക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. BJPയും CPMഉം ഒരമ്മ പെറ്റ മക്കളാണ്. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ആം ആദ്മി പാർട്ടിക്ക് CPMഉമായി രഹസ്യധാരണയുണ്ട്. അതാണ് 2020യുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ കാരണമായത്. ശ്രീനിജനെ രാഷ്ട്രീയമായാണ് എതിർക്കുന്നത്. ശ്രീനിജന്റെ തെറ്റുകളും തെമ്മാടിത്തരങ്ങളും വിളിച്ചു പറയാറുണ്ട്. ശ്രീനിജനെ ജന്തുവെന്ന് താൻ വിളിച്ചിട്ടില്ല. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് 23 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കിറ്റെക്സ് ഗ്രൂപ്പ് വാങ്ങിയത്. ഇതിൽ സിംഹഭാഗവും K. ചന്ദ്രശേഖർ റാവു നേതൃത്വം നൽകുന്ന ഭാരത രാഷ്ട്ര സമിതിക്കാണ് നൽകിയതെന്ന് ആരോപണമുണ്ട്. സംസ്ഥാന സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് 2 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് വസ്ത്ര വ്യവസായം ഭാഗികമായി തെലങ്കാനയിലേക്ക് മാറ്റിയിരുന്നു.